സൗദിയിൽ നിന്നുള്ള ഓഫറുകൾ എനിക്ക് പലരും ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കുമായിരുന്നു എന്ന് റാഫിന്ന ഇപ്പം എത്ര ദിവസമായി അല്ലെങ്കിൽ എത്ര മാസങ്ങളായി അദ്ദേഹത്തിന് ക്വാളിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് നമുക്കറിയാം. ഫ്ലിക്കിൻ്റെ വരവോട് കൂടിയാണ് ബായ്സയിൽ റാഫിന്നെ കത്തിക്കയറാൻ തുടങ്ങിയത്. അദ്ദേഹം തന്നെ അത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഫ്ലിക്കിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട് സൗദിയിൽ നിന്ന് ഓഫർ വീണ്ടും വന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചു. കഴിഞ്ഞ വർഷമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ സ്വീകരിക്കുമായിരുന്നു. കാരണം ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത സമയമാണ് അന്ന്. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് സ്വപ്നങ്ങളാണ് ആവശ്യം, പണമല്ല എന്ന് പറയുകയാണ് റാഫിന്ന. ഇപ്രാവശ്യത്തെ ബാലൻഡിയറിൻ്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പേര് റാഫിന്നയാണ്. നിലവിൽ നമ്മളൊന്ന് മനസ്സിലൊന്ന് കണക്കൂട്ടി നോക്കുമ്പോൾ, അതായത് നിലവിൽ കളിക്കുന്ന താരങ്ങൾ, ഫോമും അവരുടെ ഗോളുകൾ, അസിസ്റ്റുകൾ, അതുപോലെ തന്നെ ട്രോഫി, ചാമ്പ്യൻഷിപ്പുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിലും റാഫിന്ന തന്നെയാണ് മുന്നിൽ. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയതായി, കോപ്പ ഡെൽ റേ ആയി, ഇനി അതല്ല ലീഗ് കിരീടം ബോയ്സക്ക് തന്നെയാണ് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടി വരും. ആ ലെവലിലാണ് അവർ മുന്നിലാണ്. ഒരുപാട് റയലിൻ്റെ ഒക്കെ ഒരുപാട് ബഹുദൂരം മുന്നിലാണ്. അതും ഏറെക്കുറെ കിട്ടും. ബാലൻഡിയർ ഏറെക്കുറെ ബ്രസീലിലേക്ക് തന്നെ പോരാൻ ചാൻസ് കൂടുതലാണ്. ഏതായാലും ഇപ്പോൾ റാഫിന്ന അദ്ദേഹം ബായ്സയിൽ ഫ്ലിക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫ്ലിക്കിൻ്റെ വരവ് അദ്ദേഹത്തിൻ്റെ ലൈഫാണ് മാറ്റി എന്നുള്ളത് തന്നെ പറയാം. കാരണം ഗോളുകൾ, അസിസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ബായ്സൻ്റെ കളിയിൽ, ബായ്സ എപ്പോൾ കളിക്കുന്നുണ്ടോ അതിലൊന്നുമില്ലെങ്കിൽ ഗോളുണ്ട്, അസിസ്റ്റ് ഉണ്ട്. ബായ്സയെ നായകനായിട്ട് ചുമലിലേറ്റിയിട്ട് അദ്ദേഹം തന്നെ ഓരോ കളിയിലും മുന്നിൽ നിന്ന് നയിച്ചിട്ടുണ്ട്, ടീമിനെ വിജയിപ്പിക്കുക. അതാണ് ഇപ്പോൾ റാഫിന്ന ബായ്സയിൽ ചെയ്യുന്നത്. ഇതേ ക്വാളിറ്റി ബ്രസീലിൽ കൂടി തുടർന്നാൽ എങ്ങനെ ഉണ്ടാവും? ബ്രസീലിലെ പുതിയ പരിശീലകനൊക്കെ വന്നിട്ട് റാഫിന്നെയും വിനീഷ്യസൊക്കെ ഫോമിലെത്തിയാൽ ബ്രസീലിനെയും ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടിക്കോളണം എന്നില്ല. ഏതായാലും റാഫിന്നക്ക് സൗദിയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഓഫറുകൾ, റാഫിന്ന ടു സൗദിയിൽ നിന്ന് റാഫിന്നക്ക് ഏറ്റവും വലിയ ഓഫർ എന്നൊക്കെ പറഞ്ഞ ന്യൂസുകളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതാണ്, കഴിഞ്ഞ വർഷമാണെങ്കിൽ ഞാൻ സ്വീകരിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് പണമല്ല വലുത്, സ്വപ്നങ്ങളാണ് എന്നുള്ളത്.